ആരാണ് ഈ ടുഗ്രിൽ? ആ ഭീകരനായ രക്തദാഹിയായ മനുഷ്യൻ്റെ പേരാണ് പാകിസ്ഥാൻ ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയറായിട്ട് വരുന്നുണ്ട് അല്ലേ? സ്ട്രിങ് ഓഫ് പേൾസ്, അതായത് ഒരു മാലയിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുക, ആ ഒരു തന്ത്രമാണ് ചൈന അനുവർത്തിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മറുവശത്ത് ഇന്ത്യ വെറുതെ ഇരിക്കുകയാണ് എന്ന് കരുതരുത്. എന്തായാലും പുതിയ ചൈനീസ് ഫ്രിഗേറ്റ് ലഭിച്ചതോടെ ഏതാണ്ടൊരു ഉത്സവ അന്തരീക്ഷമാണ് പാകിസ്ഥാൻ മീഡിയയിൽ മൊത്തം. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീറും സ്പിരിറ്റും രാജ്യസ്നേഹവും പാകിസ്ഥാന് ലഭിക്കില്ല. നമസ്കാരം. ഇന്ത്യയുടെ നാവിക സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. 2021 നവംബർ 8 ചൈന ഒരു അത്യന്താധുനിക യുദ്ധക്കപ്പൽ ടൈപ്പ് 54A ഫ്രിഗേറ്റ് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കൈമാറി. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും തങ്ങളുടെ അധീശത്വം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചൈന കാലങ്ങളായി തുടരുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പുതിയ നീക്കം. ധാരാളം പ്രത്യേകതകളുള്ള ഒരു യുദ്ധക്കപ്പലാണിത്. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ആധുനികമായ സ്റ്റെൽത്ത് വാർഷിപ്പ്. യുദ്ധക്കപ്പലുകളുടെ ശ്രേണിയിൽ ഇതിനെ ഫ്രിഗേറ്റ് എന്ന് വിളിക്കുന്നു. പ്രധാനമായും 4 തരത്തിലുള്ള യുദ്ധക്കപ്പലുകളാണുള്ളത്: കോർവെറ്റ്സ്, ഫ്രിഗേറ്റ്സ്, ഡിസ്ട്രോയേഴ്സ്, പിന്നെ ക്രൂയിസസ്. ഈ 4ൻ്റെയും പ്രത്യേകതകൾ അത് വേറൊരു വിഷയമാണ്. അത് പിന്നീടൊരിക്കൽ നമുക്ക് സംസാരിക്കാം. ചൈന പാകിസ്ഥാന് നൽകിയ ഫ്രിഗേറ്റ് ഇനത്തിൽപ്പെടുന്ന ഈ അത്യന്താധുനിക യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷനാണ്. ഇന്ത്യയുടെ പക്കൽ ധാരാളം വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട ഫ്രിഗേറ്റുകളുണ്ട്. അവയിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചതുണ്ട്. അതുകൂടാതെ റഷ്യയിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ലഭിച്ച തൽവാർ ക്ലാസ്സിൽപ്പെടുന്ന ഫ്രിഗേറ്റുകളുണ്ട്. ഈ പറയുന്ന തൽവാർ ക്ലാസ്സിൽപ്പെട്ട ഫ്രിഗേറ്റുകളോട് കിടപിടിക്കുന്നതാണ് ചൈന പാകിസ്ഥാന് നൽകിയ ഈ പുതിയ ടൈപ്പ് 54A എന്ന കപ്പൽ. ഇതേവരെ പാകിസ്ഥാൻ്റെ കയ്യിൽ ആ തരത്തിൽപ്പെട്ട ഫ്രിഗേറ്റുകൾ ഉണ്ടായിരുന്നില്ല. 2017 ചൈനയുമായി ഒപ്പുവെച്ച കരാർ അനുസരിച്ച് 4 ഫ്രിഗേറ്റ് ഷിപ്പുകൾ അവർ പാകിസ്ഥാന് കൈമാറേണ്ടതുണ്ട്. അതിലെ ആദ്യത്തെ കപ്പലാണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനാകട്ടെ അതിൻ്റെ പേര് മാറ്റി PNS ടുഗ്രിൽ എന്നാക്കി മാറ്റി. നാവിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഭാരതം പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിലാണ്. എന്നാൽ ചൈനയുടെ പിന്തുണയോടെ മെല്ലെ മെല്ലെ പാകിസ്ഥാൻ നാവിക ശക്തിയുടെ കാര്യത്തിലും മുന്നോട്ട് വരികയാണ്. PNS ടുഗ്രിൽ എന്ന ഈ യുദ്ധക്കപ്പൽ അത്യന്താധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉള്ളതാണ്. ഇതിൽ നിന്നും സർഫസ് ടു എയർ, സർഫസ് ടു സർഫസ് മിസൈലുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ചൈനീസ് വാർത്താ ഏജൻസിയുടെ ഔദ്യോഗിക കുറിപ്പ് വിശ്വസിക്കാമെങ്കിൽ ഈ യുദ്ധക്കപ്പലിൽ അത്യന്താധുനിക എയർ ഡിഫൻസ് സംവിധാനം, നവീകരിച്ച റഡാർ, കൂടാതെ ഏറ്റവും ഷാർപ്പായ സ്റ്റെൽത്ത് സംവിധാനം ഇവയുണ്ട്. ഈ വാക്കുകളിൽ സ്റ്റെൽത്ത് എന്ന വാക്ക് നാം ഒരല്പം ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട്. ശത്രു രാജ്യത്തിൻ്റെ റഡാർ സംവിധാനത്തെ വെട്ടിച്ച് അവരുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ കരയുടെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുവാനുള്ള സംവിധാനത്തിനെയാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്. കപ്പലിലാകുമ്പോഴാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നത്. ഈ യുദ്ധക്കപ്പലിൽ ഏതാണ്ട് 165 പേരെ വഹിക്കുവാൻ പറ്റും എന്നാണ് ഒരു റിപ്പോർട്ട്. അതുകൂടാതെ 180 പേരെ വഹിക്കുവാൻ പറ്റും എന്ന് പറയുന്ന മറ്റൊരു റിപ്പോർട്ടും പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യയുമായുള്ള എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ സൈന്യം അപ്പാടെ തോറ്റമ്പിയിട്ടുണ്ട്. മാത്രമോ ഇന്ത്യൻ നാവികസേനയുടെ 7 അയലത്ത് പോലും അതിന് ധൈര്യം കൊണ്ടായാലും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടായാലും അത്യന്താധുനികമായ ആയുധങ്ങളുടെയും സംവിധാനങ്ങളുടെയും സാന്നിധ്യം കൊണ്ടായാലും 7 അയലത്ത് പോലും പാകിസ്ഥാൻ സൈന്യം വന്നിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ ചൈന മെല്ലെ മെല്ലെ പാകിസ്ഥാനെ ആയുധമണിയിക്കുകയാണ്. പാകിസ്ഥാൻ ആകട്ടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തങ്ങളുടെ ആയുധപ്പുരകൾ ചൈന പടക്കങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. കുറേ നാൾ മുമ്പ് ചൈനയിൽ നിന്ന് പുതിയ കുറേ F-22 ഫ്രിഗേറ്റ് പാകിസ്ഥാൻ വാങ്ങിയിരുന്നു. അവരതിന് സുൾഫിക്കർ എന്ന് പുനർനാമകരണം ചെയ്തു. പാകിസ്ഥാൻ ഇടുന്ന പേരുകൾക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. ഇവയ്ക്കൊക്കെ ഓരോ കാരണങ്ങളുമുണ്ട്. ഇതിപ്പോൾ ഈ യുദ്ധക്കപ്പലിന് പേരിട്ടിരിക്കുന്നത് PNS ടുഗ്രിൽ എന്നാണ്. ആരാണ് ഈ ടുഗ്രിൽ? അബു താലിബ് മുഹമ്മദ് ടുഗ്രിൽ ഇബ്നു മിഖായിൽ
ഒറ്റയടിക്ക് പറഞ്ഞാൽ അയാൾ ഒരു ഇസ്ലാമിക യുദ്ധവീരനാണ്. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പെർഷ്യൻ ആക്രമണകാരി. ഈ നമ്മുടെ അബു താലിബ് മുഹമ്മദ് ടുഗ്രിൽ ഇബ്നു മിഖായിൽ അയാളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആക്രമണകാരി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അയാളുടെ പണി തന്നെ അക്രമമായിരുന്നു, യുദ്ധം തന്നെയായിരുന്നു, അല്ലെങ്കിൽ യുദ്ധം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി. പക്ഷേ ആ പരിപാടിയിൽ പുള്ളിക്കാരൻ അങ്ങേയറ്റം അഗ്രഗണ്യനായിരുന്നു. വളരെ മികച്ച യുദ്ധങ്ങളാണ് പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തെ ഒന്നിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം തുർക്കിയുടെയും ഇറാൻ്റെയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സെൽജൂക്ക് എന്ന് പറയുന്ന സാമ്രാജ്യം 10ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു മിലിറ്ററി ജീനിയസ് ആയിരുന്നു ശ്രീമാൻ തുഗ്രിൽ. പിന്നെ അത്തരത്തിൽപ്പെട്ട എല്ലാ ആക്രമണകാരികളെയും പോലെ ആക്രമിച്ചു കീഴടക്കിയ രാജ്യങ്ങളെ മുച്ചൂടും മുടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെയും രീതി. ആ ഭീകരനായ രക്തദാഹിയായ മനുഷ്യൻ്റെ പേരാണ് പാകിസ്ഥാൻ ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഈ ഫ്രിഗേറ്റുകൾ കൂടാതെ കുറേ നിരീക്ഷണ കപ്പലുകളും കുറേയധികം ഹെലികോപ്റ്ററുകളും വിവിധ ഇനം മിസൈലുകളും ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അൺമാൻഡ് കോമ്പാക്റ്റ് ഏരിയൽ വെഹിക്കിൾ എന്ന ആളില്ല യുദ്ധവിമാനമാണ്. ഈ ഫ്രിഗേറ്റ് ലഭിക്കുന്നതിലൂടെ പാകിസ്ഥാന് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും തങ്ങളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. അതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ചൈന സാധിച്ചെടുക്കാൻ പോകുന്നത്. ആ ലക്ഷ്യത്തോടെ ചൈന കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇന്ത്യയുടെ കടൽ തീരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ട്രിങ് ഓഫ് പേൾസ്, അതായത് ഒരു മാലയിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ ഇന്ത്യയെ അതിൻ്റെ ആ താഴേക്ക് താങ്ങി നിൽക്കുന്ന ആ പ്രദേശത്ത് വരിഞ്ഞു മുറുക്കുക, ആ ഒരു തന്ത്രമാണ് ചൈന അനുവർത്തിക്കുന്നത്. അവരതിനായി ഓരോ രാജ്യങ്ങളിൽ ഓരോ സൈനിക താവളങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ വളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവരുടെ അജണ്ട. അതിലെ ഏറ്റവും ആ മാലയിലെ ഏറ്റവും ആധുനികമായ ഏറ്റവും നവീനമായ ഒരു മുത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ നേവിക്ക് കൈമാറിയിരിക്കുന്ന ഈ കപ്പൽ. ഇതിപ്പോൾ നാം നോക്കുമ്പോൾ പാകിസ്ഥാനാണ് അറബിക്കടലിൽ നിരീക്ഷിക്കുന്നത്, അതിന് അവർക്ക് അവകാശവുമുണ്ട് താനും. പക്ഷേ സത്യത്തിൽ ചൈനയുടെ സാന്നിധ്യമാണ് അറബിക്കടലിൽ ഉണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ മറുവശത്ത് ഇന്ത്യ വെറുതെ ഇരിക്കുകയാണ് എന്ന് കരുതരുത്. നാവികസേനയെ ശക്തിപ്പെടുത്തുവാൻ ഭാരതം നിരവധി പുതിയ പുതിയ യുദ്ധക്കപ്പലുകൾ നീറ്റിലിറക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ എഗ്രിമെൻറ്റുകൾ മറ്റു രാജ്യങ്ങളുമായി വെച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഫ്രിഗേറ്റുകൾ INS തൽവാർ എന്ന് പേരിട്ട് അതിപ്പോൾ നമ്മുടെ നാവികസേനയുടെ നാവികശക്തിയുടെ നട്ടെല്ലാണ്. സത്യത്തിൽ നമ്മുടെ ഭാരത നാവികസേനയുടെ കപ്പൽ വ്യൂഹത്തിൽ ഈ INS തൽവാറിൻ്റെ സാന്നിധ്യമാണ് പാകിസ്ഥാനെ ഇങ്ങനെ വിറളി പിടിപ്പിച്ചത്. എന്തായാലും പുതിയ ചൈനീസ് ഫ്രിഗേറ്റ് ലഭിച്ചതോടെ ഏതാണ്ടൊരു ഉത്സവ അന്തരീക്ഷമാണ് പാകിസ്ഥാൻ മീഡിയയിൽ മൊത്തം. അതിൻ്റെ കാരണം 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ നേവിക്ക് ഇന്ത്യൻ നേവിയോട് ഏറ്റുമുട്ടിയപ്പോൾ പറ്റിയ ഭീകരമായ തോൽവിയാണ്. പാകിസ്ഥാൻ്റെ മുങ്ങിക്കപ്പലായ PNS ഖാസിയെ ഭാരത നാവികസേന മുക്കിയതിന് ശേഷം ഇന്നേ വരെ പാകിസ്ഥാൻ്റെ തല ഉയർന്നിട്ടില്ല. ആ പോയിൻ്റ് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പാകിസ്ഥാൻ മീഡിയയിലുള്ള ഈ ആഘോഷങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി അതൊക്കെ എന്തു തന്നെയായാലും, അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായാലും, ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീറും സ്പിരിറ്റും രാജ്യസ്നേഹവും പാകിസ്ഥാന് ലഭിക്കില്ല. പാകിസ്ഥാൻ സൈന്യവും അങ്ങനെയല്ല. അതാകട്ടെ, ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഈ വീറും വാശിയും ധൈര്യവുമൊക്കെ ആകട്ടെ, പാകിസ്ഥാൻ ഇനി ഒന്നല്ല 1000 PNS ടുഗ്രിൽ പടക്കപ്പലുകൾ അവരുടെ ആയുധശേഖരത്തിൽ കൊണ്ടുവന്ന് ശേഖരിച്ചാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ വീരനും വാശിക്കും യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി ഉടൻ തന്നെ തിരികെ വരാം. നന്ദി, നമസ്കാരം.